ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു സെറ്റിംഗ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിലെല്ലാം തന്നെ വളരെയധികം യൂസ്ഫുള്ളായ ഒരു സെറ്റിംഗ് കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സെറ്റിംഗ് എന്ന് നോക്കാം. നിങ്ങൾ സാധാരണ ഐഫോണിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യാറെല്ലാം ഉണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെല്ലാം തന്നെ നിങ്ങളുടെ ഫോണെല്ലാം എടുത്ത് അറിയാതെ അവർ അതിലെന്തെങ്കിലും ടാപ്പ് ചെയ്ത് ഡിലീറ്റ് ആകാറെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഇതുപോലെ ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് റിമൂവ് ആപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുക. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നില്ല. റിമൂവ് ഫ്രം ഹോം സ്ക്രീൻ എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ നിന്നും ആ ഒരു ആപ്ലിക്കേഷൻ പോകുമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റായി ഇവിടെ നിന്നും ഡിലീറ്റ് ആകുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ റിമൂവ് ആകാതിരിക്കാനുള്ള സെറ്റിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇത് സ്ക്രീൻ ടൈമിൽ വന്നിരിക്കുന്ന ഒരു സെറ്റിംഗ് എല്ലാമാണ്. നിങ്ങൾ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ഇവിടെ സെർച്ച് എന്നതിൽ പോയി കണ്ടന്റ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻസ് എന്നതിലാണ് പോകേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഐട്യൂൺസ് ആൻഡ് ആപ്പ് സ്റ്റോർ പർച്ചേസസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിലീറ്റ് ആപ്സ് എന്നത്. ഇത് ഡു നോട്ട് അലോ എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം അലോ എന്ന് കൊടുക്കുക. ഇനി നിങ്ങളുടെ സ്ക്രീൻ ടൈം പാസ്വേഡ് എല്ലാം ഇവിടെ ചോദിക്കും. ഇത് ജസ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അലോ എന്ന് കൊടുക്കേണ്ടത്. അതുപോലെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു കണ്ടൻറ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻ ഓൺ അല്ലേ എന്ന് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത്തരത്തിൽ ഇത് സെറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ അലോ കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഇതുപോലെ ടാപ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിമൂവ് ആപ്പ് എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ആപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ എല്ലാം ഡിലീറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതുപോലെ അറിയാതെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇത് ഡു നോട്ട് അലോ എന്ന് കൊടുത്തതിന് ശേഷം ഈ സ്ക്രീൻ ടൈം പാസ്വേഡ് എല്ലാം കൊടുത്തു വയ്ക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ ഈ ഒരു സ്ക്രീനിൽ നിന്നും ഒരു ആപ്ലിക്കേഷനും നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ്.